ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ചോറിനൊക്കെ വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വെണ്ടക്ക മോര് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വെണ്ടക്ക മോര് കറി തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് തേങ്ങയുടെ അരപ്പ് റെഡിയാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരക്കപ്പളവിൽ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ്. 5 or 6 ചെറിയുള്ളി എടുക്കുക. തീരെ ചെറുതായത് കൊണ്ടാണ് 5 എടുത്തത്. വലുതാണെങ്കിൽ ഒരു 3 മതിയാകും. ഇനി നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം 3 ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടിയാണ്. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണയൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് വെണ്ടയ്ക്കയാണ്. ഈ ഒരളവിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 200 ഗ്രാം വെണ്ടയ്ക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു 3-4 മിനിറ്റ് വരെ മാത്രം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാകും. ഇതുപോലെ കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴേക്കും വെണ്ടയ്ക്കയെല്ലാം പകുതിയിലധികം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചേർക്കുമ്പോഴാണ് വെണ്ടയ്ക്കയിൽ കറക്റ്റായിട്ട് ഉപ്പ് പിടിക്കുകയുള്ളൂ. അതിനുശേഷം നമുക്ക് 2 മിനിറ്റ് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം വെണ്ടയ്ക്കയെല്ലാം നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂണിന് കുറവായിട്ട് ഉലുവ കൂടി ചേർത്ത് കൊടുക്കുക. കടുകെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ അളവിൽ ഒരു കഷ്ണം ഇഞ്ചിയും 2 വെളുത്തുള്ളി അല്ലിയും ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് കൂടെ തന്നെ 2 വറ്റൽമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ വഴറ്റിയെടുത്ത് വെച്ചിട്ടുള്ള വെണ്ടക്ക ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കുറച്ച് സമയം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ആ തേങ്ങയുടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ നല്ല രീതിയിൽ ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. അതുപോലെ ഈ ഒരു കറി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസമൊക്കെ കഴിക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ തേങ്ങയിൽ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത തൈരും കൂടിയാണ്. 2 കപ്പ് നല്ല പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. തൈര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇത് തിളക്കാൻ പാടില്ല. പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. തൈര് തിളക്കുകയാണെങ്കിൽ അതങ്ങ് പിരിഞ്ഞു പോകും. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടണം. നല്ല കട്ടിയുള്ള തൈരാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു സമയം നമുക്ക് 2 പിഞ്ച് അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ സാമ്പാറിന് എടുക്കുന്ന കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ ചൂടായിട്ട് വരട്ടെ. ഇപ്പം ഏകദേശം കറിയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഇത്രയും മതി. അപ്പോൾ നമ്മുടെ വളരെ നല്ല രുചികരമായിട്ടുള്ള വെണ്ടക്ക മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറുണ്ണാനായിട്ട് ഈ ഒരു കറി തന്നെ മതിയാകും. അത്രയ്ക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.